കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ CPM പരാജയപ്പെട്ടത് അങ്ങ് അമേരിക്കയിൽ വരെ വലിയ ചർച്ചയാണ്. ഇന്ത്യയെയും നമ്മുടെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകളെയും ജനാധിപത്യ പ്രക്രിയകളെയും ലോകരാജ്യങ്ങൾ എത്രമാത്രം ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ ഇത് ചർച്ചയായിരിക്കുന്നത് വെറും ഒരു വാർത്ത എന്ന നിലയിൽ മാത്രമല്ല, വിശേഷിച്ച് അമേരിക്കയിൽ ഇത് അമേരിക്കയിൽ വലിയ വിവാദം ഉണ്ടാക്കുക കൂടിയാണ്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു പോളിസി അനലിസ്റ്റ് ആയിട്ടുള്ള മാർക്ക് ഡുബോവിറ്റ്സ് എന്ന് പറയുന്ന ആള്, ഇദ്ദേഹമാണ് ഈ ആദ്യമായിട്ട് ഒരു വലിയ പരാമർശമായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യക്കാർ വരെ കമ്മ്യൂണിസ്റ്റുകാരെ പുറത്തേക്ക് എറിയാണ്, നമ്മൾ അമേരിക്കക്കാർ എന്ന് ഇത് പഠിക്കും എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെടുന്നതിനെ അദ്ദേഹം പറയുന്നത് ഇന്ത്യക്കാര് കമ്മ്യൂണിസ്റ്റുകളെ പുറത്താക്കുന്നു എന്നാണ്. അതേസമയം അമേരിക്കയിൽ ഇടത് ആശയങ്ങൾക്കും രാഷ്ട്രീയത്തിനും കൂടുതൽ പിന്തുണ ലഭിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയം പുറത്തു വന്നപ്പോൾ വിദേശ നിരീക്ഷകനായിട്ടുള്ള അദ്ദേഹം മാത്രമല്ല, നിരവധി പേര് ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചൈന ഒരു വലിയ ശക്തിയായിട്ട് വളർന്നതുകൊണ്ട് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ കമ്മ്യൂണിസം ഒരു പ്രശ്നമായിട്ട് അവർ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. സോവിയറ്റ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനെ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള ആശയപരമായ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയ വിലയിരുത്തലുകളും ഒക്കെ ഇപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ സർവ്വസാധാരണമാണ്. ചൈനീസ് അധിനിവേശം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അധിനിവേശമായിട്ടൊക്കെ അവരതിനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ അമേരിക്കയിലെ പല ഡെമോക്രാറ്റുകളുടെയും നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണെന്നാണ് തീവ്ര റിപ്പബ്ലിക്കുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ന്യൂയോർക്ക് മേയറിന്റെ തെരഞ്ഞെടുപ്പിലെ വിജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഈ ഡെമോക്രാറ്റുകളുടെ ഒരു ഇടത് ചായ്വിനോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് റിപ്പബ്ലിക്കൻസ് കാണുന്നത്. പലപ്പോഴും പ്രസിഡന്റ് ട്രംപ് തന്നെ ഡെമോക്രാറ്റുകളെയും പല നേതാക്കളെയും കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത് അതിന്റെ സൂചനയാണ്. എന്ന് വെച്ചാൽ ഡെമോക്രാറ്റുകൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്നവരാണെന്ന് വരുത്തി തീർക്കാനായിട്ട് റിപ്പബ്ലിക്കുകൾ പ്രത്യേകമായി ശ്രമിക്കുന്നുണ്ട്. മേൽപ്പറഞ്ഞ അനലിസ്റ്റും ഒരു റിപ്പബ്ലിക്കൻ അനുകൂലിയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഡെമോക്രാറ്റുകൾ കൈവരിക്കുന്ന വിജയങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ അവരെടുക്കുന്ന നിലപാടുകൾ, പ്രത്യേകിച്ച് ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല ഡെമോക്രാറ്റ് നേതാക്കളും എടുക്കുന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ്. സോ ഈ കാര്യത്തിലൊക്കെ അമേരിക്കയിലെ തീവ്ര വലതുപക്ഷക്കാർക്ക് വലിയ എതിർപ്പുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യക്കാരിതാ കമ്മ്യൂണിസ്റ്റുകളെ പുറത്താക്കുകയാണ്, നമ്മൾ അവരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്ന് പഠിക്കും എന്ന് അമേരിക്കയിലെ തീവ്ര വലതുപക്ഷക്കാർ ഇപ്പോൾ ചർച്ച തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യക്കാരെ കമ്മ്യൂണിസ്റ്റുകാരെ പുറത്താക്കി എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ അധികാരമുണ്ടായിരുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 4-5 പതിറ്റാണ്ടായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. സോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെങ്കിലും എപ്പോഴും അവർക്ക് അധികാരമുണ്ടാകും, കേരളത്തിലോ ത്രിപുരയിലോ വെസ്റ്റ് ബംഗാളിലോ എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ കഴിഞ്ഞ 4-5 പതിറ്റാണ്ടിനിടയിൽ ആദ്യമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സംസ്ഥാനത്തിലും ഭരണമില്ലാത്തത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇല്ലാത്തത് ഇപ്പോഴാണ്. അപ്പൊ അതിന്റെ കാരണമായിട്ട് അമേരിക്കയിലെ വലതുപക്ഷക്കാർ പറയുന്നത് ഇന്ത്യക്കാര് കമ്മ്യൂണിസ്റ്റുകളെ പുറത്താക്കിയിരിക്കുന്നു, അവർ രാജ്യത്തിന് അപകടമാണെന്ന് കണ്ടുകൊണ്ട് പുറത്താക്കിയിരിക്കുന്നു എന്നാണ് അമേരിക്കയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കക്കാരും ഈ ഇടത് ആശയങ്ങൾ പിന്തുടരുന്ന ഡെമോക്രാറ്റുകളെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിപ്പിക്കരുത്, ഇന്ത്യയെ മാതൃകയാക്കണമെന്നും അവർ പറയുന്നു. സോ ഇത് അവരുടെ ഒരു രാഷ്ട്രീയമാണ്. നമ്മുടെ ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളെ തെരഞ്ഞുപിടിച്ച് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയതല്ല, മറിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പിന്നെ കേരളത്തിലാണെങ്കിൽ തുടർ ഭരണം ഉണ്ടാക്കി വെച്ച ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരാജയത്തിലേക്ക് നയിച്ചത്. പക്ഷേ ഇത് ആദ്യമായിട്ട് അവർക്ക് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഭരണമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അമേരിക്ക ഇതിനെ വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. കേരളത്തിൽ ദീർഘകാലമായിട്ട് നിലനിന്ന ഒരു ഇടതുപക്ഷ ഭരണത്തിന്റെ തിരിച്ചടി അല്ലെങ്കിൽ തകർച്ച, അത് ഒരു മാതൃകയായിട്ട് അവരെ കാണിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമായിട്ട് അമേരിക്കക്കാർ അല്ലെങ്കിൽ വലതുപക്ഷ അമേരിക്കക്കാർ അതിനെ ഉയർത്തി കാണിക്കുന്നു. ഇന്ത്യയെ നമ്മൾ മാതൃകയാക്കണം ഈ കാര്യത്തിൽ എന്ന് അവർ പറയുകയാണ്. അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തെ അമേരിക്കൻ വിദേശ നിരീക്ഷകർ അമേരിക്കൻ രാഷ്ട്രീയ സാഹചര്യവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് വിവാദങ്ങൾക്കും ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇവിടുത്തെ പ്രാദേശിക വിഷയങ്ങളെയും ജനവികാരത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത്തരത്തിലുള്ള വിദേശ വിശകലനങ്ങൾ പലപ്പോഴും വ്യക്തിപരമായ കാഴ്ചപ്പാടുകളോ രാഷ്ട്രീയ ലാഭത്തിന്റെ ഭാഗമായിട്ടോ ഉള്ളതാണ്. പക്ഷേ ഇവിടെ കൗതുകമുള്ള കാര്യം, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയമായ മാറ്റങ്ങൾ പോലും ലോകത്തെ വലിയ രാജ്യങ്ങളിൽ ഒന്നായ അമേരിക്കയിൽ പോലും ചർച്ചയാകുന്നു എന്നത് നമ്മുടെ രാജ്യം ഇന്ന് ലോകത്ത് വളരെയധികം പ്രധാനപ്പെട്ടൊരു ശക്തിയായിട്ട് വളരുന്നു എന്നതിൻ്റെ കൂടി തെളിവാണ്. അതായത് ഇന്ത്യയിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ, തെരഞ്ഞെടുപ്പുകൾ, സംഭവങ്ങളൊക്കെ ലോകം വളരെ ശ്രദ്ധയോടെ ഗൗരവത്തോടെ കാണുന്നുണ്ട്.
നമ്മൾ പൊതുവെ ഇന്ത്യക്കാര് അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ വളരെ കൗതുകത്തോടെ കാണുന്നവരാണ്. നമ്മൾ അമേരിക്കയിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പോ ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ തെരഞ്ഞെടുപ്പോ ഏഷ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പുകളോ ഒന്നും നമ്മളാരും പൊതുവെ ചർച്ച ചെയ്യാറില്ല. അന്താരാഷ്ട്ര വിഷയങ്ങളിലും ജിയോ പൊളിറ്റിക്കൽ ടോപ്പിക്സിലും ഒക്കെ പൊതുവെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന മലയാളികൾ ഉൾപ്പെടെ നമ്മൾ ആരും അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആര് ജയിച്ചു എന്നത് വലിയ രീതിയിൽ വാർത്തയാക്കാറില്ല. പിന്നെ വാർത്തയാവുന്നത് ഇന്ത്യൻ ബന്ധമുള്ള ഇന്ത്യൻ വംശജനായിട്ടുള്ള ആരെങ്കിലും ജയിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയെ അനുകൂലിക്കുന്ന ആരെങ്കിലും ജയിക്കുകയോ പാകിസ്ഥാനുമായി ബന്ധമുള്ള ആരെങ്കിലും ഒക്കെ ജയിക്കുകയോ ചെയ്യുവാണെങ്കിൽ മലയാളികളോ ഇന്ത്യക്കാരോ ധാരാളമുള്ള പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ വാർത്തകളിൽ വന്നേക്കാം. എന്നാൽ അതിനപ്പുറം പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ നമ്മളിപ്പോൾ ഏത് പാർട്ടി വരുന്നു ഏത് പാർട്ടി പോകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിക്കുന്ന ഒരു വിഷയമല്ല മറ്റു രാജ്യങ്ങളിൽ. പക്ഷെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെ വളരെ ഗൗരവമായിട്ട് കാണുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നതിന്റെ ഒരു സൂചനയാണ്. അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷ വിഭാഗം ആഗോളതലത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ചൈനയുടെ ഒരു ശക്തമായ വളർച്ചയായിരിക്കാം അതിന് കാരണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.